ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നലെ കിട്ടിയ വലിയ വാള അത് മേടിക്കാൻ എറണാകുളത്ത് നിന്ന് രാജേഷ് എന്ന് പറഞ്ഞൊരു സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട്. നമുക്ക് ആ വാള ഇങ്ങോട്ട് വരുന്നില്ല, അവർക്ക് വെള്ളത്തിൽ അത്ര നല്ല പരിചയമില്ല. അതുകൊണ്ട് നേരെ നമ്മുടെ റോഡ് സൈഡിൽ വന്നിരിക്കുകയാണ് അവർ. അവർക്ക് കൊണ്ടുവന്ന് വാളയെ കൊടുക്കാം. കൂട്ടത്തിൽ അവർക്ക് മഞ്ഞക്കൂരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് മഞ്ഞക്കൂരിയും കിടപ്പുണ്ട്, അതുകൂടെ എടുത്തുകൊണ്ട് കൊടുക്കാം. അപ്പം നമുക്ക് നേരെ വാളയും മഞ്ഞക്കൂരി എടുത്ത് നേരെ രാജേഷിന് കൊണ്ട് കൊടുക്കാം. നമുക്ക് നേരെ അക്കരയോട്ട് പോവാം. ആദ്യം നമുക്ക് മഞ്ഞക്കൂരി എടുത്തു കൊടുക്കാം. വേഗം മുഴുവൻ വെള്ളമാകും. മഞ്ഞക്കൂരി തന്നെയല്ലേ ഇതിനകത്ത്. 2-3 സിലോപ്പിയായി ഉണ്ട് ഉണ്ടോ. നല്ല കീറ മഞ്ഞക്കൂരിയാണ്. വെള്ളത്തിലോട്ടിടാം. മഞ്ഞക്കൂരി പൊതുവെ ഇത് കൊമ്പ് മഞ്ഞക്കൂരി ഉണ്ടോ, ആ സൈസാണ് എല്ലാം കിടക്കുന്നത് ഉണ്ടോ. മഞ്ഞക്കൂരി ഒത്തിരി ഉണ്ട്. കുത്തത്തില്ല. അത്ര മഞ്ഞക്കൂരിയേ ഉള്ളത്. ഇതിനകത്ത് ബാക്കി കിടക്കുന്ന സിലോപ്പിയാണ്. ജീവനോടെ കിടക്കട്ടെ. ഈ മഞ്ഞക്കൂരി ഉണ്ടോ, 1/2 കിലോ ഉണ്ട്. സൂപ്പർ സാധനം. എല്ലാം ഫ്രഷോട് തന്നെ കിടക്കുകയാണ്. രാജേഷിന് നമുക്ക് കൊണ്ട് കൊടുക്കാം. അവർ എറണാകുളത്ത് നിന്ന് വരുമല്ലേ, അവരാണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബറും കൂടെയാണ്. ഈ വാള ഇത് ഞാൻ മിക്കവാറും ഇപ്പം കുളിക്കും. ഇത് മിക്കവാറും ഇപ്പം ഞാൻ കുളിക്കും. അയ്യോ, ഇവനെ കണ്ടോ സാധനം. മഞ്ഞക്കുരിയും കൊണ്ട് മാറി കിടക്കട്ടെ, അല്ലെങ്കിൽ വാളയടിച്ച് നമ്മുടെ കാലിലോ കയ്യിലോ വന്ന് കീറിയാൽ തകരാറായി പോവും. അപ്പോൾ നമുക്ക് ഇതിനെ രാജേഷിന് കൊണ്ട് കൊടുക്കാം. ഇതിനെ ഏതായാലും ഒന്ന് കെട്ടി നിർത്താം. ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ നിന്നില്ലെങ്കിൽ ഒരു വാളെ നമ്മുടെ നീർനായ കൊണ്ടുപോയി. അപ്പം അതുപോലെ ഇനി സംഭവിക്കണ്ട. ഇത് ചാടിപ്പോയെങ്കിൽ നമ്മൾ പറയുകയും ചെയ്ത് രാജേഷ് അവിടെ നോക്കി നിൽക്കുകയും കൂടാണ്. അപ്പം ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോവാം, അക്കരയ്ക്ക് പോവാം. എടാ ഫോട്ടോ എടുത്തിരിക്കുക. വാഴയുടെ ഫോട്ടോ എടുത്ത് മഞ്ഞക്കുരിയുടെ ഫോട്ടോ എടുത്തിരിക്കുകയാണ് വിഷ്ണു. ഇപ്പം അത് ചാടി എൻ്റെ കാലയിലൊരടി. നമുക്ക് നേരെ അക്കരയിട്ട് രാജേഷിൻ്റെ അടുത്തോട്ട് പോവാം. ഇവിടെ അടിച്ചത് നമുക്ക് രാജേഷ് നമ്മളെ നോക്കി അവിടെ നിൽക്കുക. ഇവര് രാജേഷ് രാവിലെ എറണാകുളത്ത് നിന്ന് വരുന്നതാണ്. അപ്പം നമ്മളെ കാണാനും നമ്മുടെ വിശേഷങ്ങൾ അറിയാനുമാണ് അവർ വന്നിരിക്കുന്നത്. വാള
അത് ചാടുന്നുണ്ട്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയുന്നുമുണ്ട്. കുഴപ്പമില്ല, നല്ല ജീവനോടെ നല്ല ഫ്രഷ് സാധനമല്ലേ. ആരാ രാജേഷ്? എറണാകുളത്താ വീടല്ലേ? അപ്പൊ ഞങ്ങളുടെ കുട്ടനാട് ഉണ്ടോ? എറണാകുളത്ത് വീടാന്ന് പറഞ്ഞാൽ ശരിക്കും തിരുവല്ല കവിയൂരാണ് എന്റെ വീട്. ആഹാ, അപ്പൊ പിന്നെ അതെ, അപ്പൊ ഞാന് പല ജോലികളുണ്ട് ഇന്ന് അവിടെ പോയിട്ട്. നമുക്ക് വാള എടുത്ത് ആദ്യം വാള കറിക്കോട്ട് എടുക്കാം. ചേട്ടനെയും സേലാമ്മയും ഞങ്ങള് വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ. ഇനി ഒരു നമ്മുടെ ഈ വെള്ളത്തിന്റെ സമയമെല്ലാം കഴിയുമ്പോഴേ, ഇപ്പം വെള്ളത്തിന്റെ സമയം കഴിയണ്ട, പക്ഷെ എപ്പോഴും മഴയല്ലേ, കിഴക്കുമെല്ലാം നല്ല മഴയാ. നല്ല ഉണക്കാകുമ്പം അക്കരയ്ക്കോട്ട് വരണം. നമുക്ക് 2 ദിവസം അവിടെ താമസിക്കും. നിർണയം കൊണ്ടുപോയി. അത് ഞങ്ങള് പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? 5 കിലോ ഉണ്ട് പിടിച്ചു. നമുക്ക് ഈ വാള ഒന്ന് തൂക്കി നോക്കാം, ഇത് എത്ര കിലോ ഉണ്ടെന്ന്. മറ്റൊന്നുമല്ല, നമുക്കറിയാമല്ലോ ഇത് എത്ര, നമ്മൾ എത്ര പിടിച്ചു. നമുക്ക് തൂക്കാം. എത്രയുണ്ട്? 4 കിലോ ഉണ്ട് ഇത്. അപ്പൊ ഇതിലും വലിയ വാള നമ്മൾ പിടിച്ചിട്ടുള്ളതാ. ഇത് നമുക്ക് ബോക്സിനകത്തിടാം. ഞാനെടുത്ത് മാറ്റി വെക്കാം. അപ്പൊ രാജേഷേ, വാള രാജേഷിൻ്റെ കൊടുത്ത്. ഇനി നമുക്ക് മഞ്ഞക്കൂരിയാണ്. രാജേഷേ, കവിയൂർ അമ്പലത്തിന്റെ അടുത്താണോ? ആണോ? അപ്പം വീട് ആര്, കുടുംബത്തെ എറണാകുളത്ത് കളമശ്ശേരി അവിടെ ഒരു മരക്കമ്പനിയുണ്ട്, അവിടെയാണ് ജോലി ചെയ്യുന്നത്. മഞ്ഞക്കൂരി നല്ല മഞ്ഞക്കൂരി തൂക്കണോ? മഞ്ഞക്കൂരി നമുക്ക് തൂക്കണമെന്ന് രാജേഷ് പറയുന്നത്. തൂക്കാം. എത്ര? 2 കിലോയേ ഉള്ളു. അപ്പൊ നമ്മള് മഞ്ഞക്കൂരിയും വാള് രാജേഷിന് കൊടുത്ത് അതിന്റെ കെട്ടഴിച്ച് ഞാൻ കൊടുക്കട്ടെ, വാളയുടെ കെട്ടഴിച്ച് കൊടുക്കട്ടെ. അതുകൂടെ അത് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഏതായാലും ഇപ്പൊ ഉടനെ ഒന്നും ഇടണ്ട, ഒരു 2 മണിക്കൂറെങ്കിലും എടുക്കും ഇത്. ഇതിന്റെ വായിൽ നിറച്ച് പല്ല. അയ്യോ, അത് കൊണ്ടുകഴിഞ്ഞ ചെറുതെല്ലാം പല്ല. അറിയോ ചേട്ടനെ? അല്ല, ഞാൻ കൊല്ലായി. ആ മഞ്ഞക്കൂരി ഇതിന്റെ അകത്ത് ചുമ്മായിട്ടാൽ അതൊന്ന് തിരിച്ചേരട്ടെ. ഓ, സാരമില്ല. ഇനിയിപ്പോ എന്നെ എടുക്കാൻ നമുക്ക് മഞ്ഞക്കൂരിയും കൂടെ. രാജേഷിന് നമുക്ക് വാളയും കൊടുത്ത് മഞ്ഞക്കൂരിയും കൊടുത്ത്. ഏതായാലും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അവിടുന്ന് ഞങ്ങളുടെ സബ്സ്ക്രൈബർ ഞങ്ങളെ കാണാനും നമ്മുടെ വീട്ടിലോട്ട് വരാൻ ഒക്കുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ വരാം, നമ്മുടെ
കിടങ്ങറ പാലത്തിന്റെ ഇവിടുന്ന് ഉവ്വ് ഉവ്വ്. അല്ലെ മങ്കമ്പ് പുതിയ പാലമില്ലേ ഉവ്വ് ഉവ്വ്. അതുവഴി കയറി ആ. ഈ നേരെ നല്ല റോഡാണ്. നേരെ വരാം. ഓടി വരുമ്പോൾ പുളിഞ്ഞോട് എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട്. ആ. അവിടുന്ന് ഒരു ചെറിയ റോഡുണ്ട് ഇങ്ങോട്ട്. ഓക്കേ. അത് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ പള്ളിയാണ്. അത് ശരി. പള്ളിയുടെ അവിടം വരെ അവിടെ വരും അല്ലേ? വരും. അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യം ഈ മഴയൊക്കെ കഴിയുമ്പോൾ ഓ, അവിടെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഞങ്ങളിപ്പം തിരുവല്ലയ്ക്ക് പോകുന്ന എല്ലാ ഈ വഴിക്കാണല്ലോ. ഒരു ദിവസം ഇത് അങ്ങോട്ട് വണ്ടി അങ്ങോട്ട് തിരിക്കണ്ടായിരുന്നു. ഇങ്ങനെ തന്നെ പോയിരുന്നു. ഈ റോഡാണ് നല്ല റോഡ്. ഇതിപ്പോ അവിടെ കുണ്ടും കുഴിയുണ്ടല്ലോ. അപ്പൊ നമ്മള് വീഡിയോ ഇനിയിപ്പോ വൈൻഡപ്പ് ചെയ്യാറായി. അവർക്ക് പോകണം. അവർക്ക് ഒത്തിരി പ്രോഗ്രാമാണ് ഉള്ളത്. അതുകൊണ്ട് അവര് ഇതൊക്കെയാണ് പേര് പറഞ്ഞത്. ഇത് സ്മിത എന്റെ വൈഫാണ്. ഇത് നമ്മുടെ സാരഥിയാണ്. ആളുടെ പേര് അഖിൽ. അഖിൽ. വീട് മൂവാറ്റുപുഴ. ഞങ്ങൾ രണ്ടുപേരും താമസിക്കുന്നത് കളമശ്ശേരി. ഞാൻ 30 കൊല്ലമായിട്ട് കളമശ്ശേരിയിൽ ജോലി ചെയ്തോണ്ടിരിക്കും. ജോലിയുടെ ഭാഗമായിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയത്. ശരി, എന്നാ നമുക്ക് ശരി, സന്തോഷം. അപ്പൊ ഞങ്ങള് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവരും കൂടുതലൊന്നും പറയാനില്ല. നമ്മൾ അവിടെ ഇത്രയും ദൂരം നമ്മളെ അന്വേഷിച്ച് വന്നല്ലോ. സന്തോഷം, വളരെ സന്തോഷം. ലൈലാമ്മയടുത്ത് ഞങ്ങളുടെ അന്വേഷണം പറയാ. അപ്പുറത്തുള്ള അക്കരെ ഉണ്ട്, ടർക്കിക്കോഴി ഉണ്ട് അവിടെ. അപ്പൊ അപ്പൊ അത് ഒരു ചെറിയ പരിപാടി ഉണ്ട് ഇന്ന്. രാമൻ ഇവിടെ വന്നായിരുന്നു. രാമൻ തന്നെയല്ല, പിന്നെ അമ്മിണി, കാത്തു, ശങ്കരൻ, 3 പേര്. ഇപ്പം ഇവനൂടെ വന്നു, രാമനൂടെ വന്നു. പരുന്തുണ്ടായിരുന്നു. പരുന്ത് ആരാണ്ടത് കൊന്നുകളഞ്ഞു. കാരണം ഇപ്പം ഇതൊന്നും വേണ്ടാന്ന് വെച്ചിരിക്കുന്നതായിരുന്നു. പക്ഷെ പിന്നെ തന്നെ വന്ന് ഇങ്ങനെ. ശരി, ഓക്കെ.